ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വീട്ടിൽ ശുദ്ധമായിട്ടുള്ള നെയ്യ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ നെയ്യ് വാങ്ങുവാണെങ്കിൽ അതിൽ എത്രത്തോളം കെമിക്കലുണ്ട് അല്ലെങ്കിൽ മായം ചേർത്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് കഴിയില്ല. അപ്പം ഞാൻ അങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള നെയ്യാണിത്. സാധാരണ എല്ലാവരും മിക്സിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് അല്ലേ. ഇന്ന് ഞാൻ കുക്കർ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഈസി ആയുള്ളൊരു രീതിയിലാണ് നെയ്യ് തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് ഈ കുക്കറിൽ വെച്ചിട്ട് എങ്ങനെയാണ് നെയ്യ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പാല് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഒന്ന് വേവിച്ച് എടുക്കണം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. പാലൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം സിമ്മിലേക്കാക്കിയിട്ട് ഞാനൊരു 5 മിനിറ്റ് നേരം ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. സിമ്മിലേക്കാക്കി നമ്മൾ പാല് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പാല് നല്ലതുപോലെ ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ പാലിന് മുകളിൽ പാട കിട്ടും. ഈ ഒരു പാട നമുക്കെടുത്ത് മാറ്റി ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 1 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് നെയ്യ് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ 1 മാസത്തോളം എടുത്ത് സൂക്ഷിച്ചിട്ടുള്ള പാടയാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നെയ്യ് തയ്യാറാക്കിയെടുക്കുന്നത്. ഞാനിത് ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിച്ചു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നെയ്യ് തയ്യാറാക്കുന്നതിന് ഏകദേശം ഒരു 3-4 മണിക്കൂർ മുമ്പ് ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്ത് വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാട ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കുക്കറിൽ വളരെ എളുപ്പത്തിൽ നെയ്യ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 1/4 ഗ്ലാസോളം വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന പാട ഈ ഒരു വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം നല്ലതുപോലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കാവൂ കേട്ടോ. സാധാരണ എല്ലാവരും ഇതുപോലെ പാട എടുത്ത് വെച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷമാണ് നെയ്യ് തയ്യാറാക്കിയെടുക്കുന്നത്. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നെയ്യ് തയ്യാറാക്കിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ. ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു രീതിയിൽ പാൽപ്പാട മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരു കാരണവശാലും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. ഇല്ല എന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ അടിയിൽ കരിഞ്ഞു പിടിക്കും. ഇനി നമുക്ക് കുക്കർ അടച്ചതിന് ശേഷം 1 വിസിൽ വന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. ആവിയൊക്കെ പോയതിന് ശേഷം നമ്മൾ കുക്കർ ഒന്ന് തുറന്ന് നോക്കിയാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കുറച്ചധികം നെയ്യൊക്കെ ഉരുകിയിട്ട് സൈഡിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കണ്ട കേട്ടോ. ഇതുപോലെ തുറന്ന് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ബാക്കിയുള്ള നെയ്യ് കൂടി നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഈ ഒരു രീതിയിൽ വെച്ച് 1 വിസിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള നെയ്യൊക്കെ നമുക്ക് വളരെ വേഗത്തിൽ ഉരുക്കിയെടുക്കാനായിട്ട് കഴിയും. ഇപ്പം ഇതുപോലെ നമ്മൾ തുറന്ന് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ബാക്കിയുള്ള നെയ്യ് നമ്മൾ ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ നെയ്യ് വീട്ടിൽ തയ്യാറാക്കുന്നത് പോലെ മിക്സിയും അതുപോലെ തന്നെ ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കുക്കറിൽ മാത്രം നമുക്ക് നെയ്യ് തയ്യാറാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ നെയ്യ് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴും ഇതിൻ്റെ അടുത്ത് നിന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി, അടുക്കി പിടിക്കാതെ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് പാലിൻ്റെ പാട നല്ലതുപോലെ കുറുകിയിട്ട് ഈ ഒരു രീതിയിൽ വരും. ഈ ഒരു സമയത്ത് തിളച്ച് പുറത്തേക്കൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുക്കറിൻ്റെ അടപ്പ് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പുറത്തൊന്നും ആ ഒരു തുള്ളികൾ വീഴത്തില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് തിളച്ചിട്ട് നമ്മുടെ സ്റ്റൗ ടോപ്പിന് മുകളിലും നമ്മുടെ ശരീരത്തിലും ഒക്കെ വീഴും കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സൈഡിലൊക്കെ നെയ്യ് തെളിഞ്ഞു വരുന്നത് കാണാനായിട്ട് കഴിയും. ഇപ്പം നോക്കിയാൽ നമ്മുടെ പാൽപ്പാടയുടെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് ഒരു ബ്രൗണിഷ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയൊരു പീസ് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് നമ്മുടെ നെയ്യ് കേടാകാണ്ടിരിക്കാൻ വേണ്ടിയാണ്.
ഇതുപോലെ വളരെ ചെറിയ ഒരു പീസ് ശർക്കര ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നെയ്ക്ക് ശർക്കരയുടെ ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. ഇപ്പം തന്നെ നമ്മുടെ നെയ്യ് നല്ലതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പാൽപ്പാടയുടെ കളറൊക്കെ മാറി നല്ലതുപോലെ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നെയ്യും സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇത്രത്തോളം നെയ്യാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒട്ടും തന്നെ മായം ചേർക്കാണ്ട് വളരെ ശുദ്ധമായിട്ടുള്ള നെയ്യാണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നെയ്യൊക്കെ നമ്മുടെ വീട്ടിൽ ഉരുക്കിയെടുക്കുകയാണെങ്കിൽ ഞാൻ പറയണ്ടല്ലോ, എന്ത് നല്ല മണമായിരിക്കും നമ്മുടെ വീടിനുള്ളിലെന്ന്. പാൽപ്പാടയൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ച് മിക്സിയിൽ അടിച്ചിട്ടാണ് നിങ്ങൾ ഇതുവരെയും നെയ്യ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എങ്കിൽ ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിയിട്ട് ഏതാണ് എളുപ്പമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് പറയാനായിട്ട് മറക്കരുതേ. ഈ ഒരു നെയ്യുടെ കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവാം എത്രത്തോളം ശുദ്ധമാണ് എന്നുള്ളത്. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസിൻ്റെ ബൗളിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്ലാസിൻ്റെ ബൗളിൽ ഒട്ടും തന്നെ വെള്ളമയം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമുക്ക് പുറത്തുനിന്ന് നെയ്യ് വാങ്ങേണ്ടതിൻ്റെ ആവശ്യകതയില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ വാങ്ങുന്ന പാല് മാത്രം മതി നെയ്യ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നെയ്യ് തയ്യാറാക്കി എടുക്കുമ്പം ബാക്കി വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് സാധാരണ നിങ്ങൾ എന്താണ് ചെയ്യാറ്? ഞാനിത് നമ്മുടെ മുഖത്തും കയ്യിലും ഒക്കെ കുളിക്കുന്നതിന് മുമ്പ് തേച്ച് കൊടുക്കാറാണ് പതിവ്. ഇനി നിങ്ങളിത് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും റെസിപ്പിയോ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമൻറ്റ് ചെയ്യണേ. അപ്പം വീണ്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.